RSS സഹകരണ പ്രസ്താവനയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനം. CPIM സംസ്ഥാന സമിതിയിലാണ് വിമർശനം ഉയർന്നത്. CPIMനെ എല്ലാ വർഗീയതയെയും എതിർക്കുന്ന പാർട്ടിയായാണ് ജനം കാണുന്നത്. സംസ്ഥാന സെക്രട്ടറി തന്നെ വർഗീയ ബന്ധം സ്ഥിരീകരിച്ചാൽ പിന്നെ എന്താണ് സ്ഥിതിയെന്നും സമിതി വിമർശിച്ചു. PV അൻവറിന്റെ കാര്യത്തിലും വിലയിരുത്തലുകൾ ഉണ്ടായി സംസ്ഥാന സമിതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഷെയ്ത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷെയ്ത്ത്, സെക്രട്ടേറിയറ്റിലേതിന് സമാനമായ രീതിയിൽ സംസ്ഥാന സമിതിയിലും MV ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ വിമർശനമുയരുന്നു. ഏത് തരത്തിലാണ് വിമർശനം ഉയർന്നത്? മറ്റൊന്ന്, അൻവറിന്റെ കാര്യത്തിൽ അൻവർ LDFന്റെ വോട്ടുകൾ ചോർത്തി എന്നടക്കമുള്ള വിലയിരുത്തലുകളിലേക്കും സംസ്ഥാന സമിതി എത്തുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് ഷെയ്ത്ത്? റിജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമായിരുന്നു ഇന്നത്തെ CPIM സംസ്ഥാന സമിതി യോഗത്തിലെ പ്രധാന അജണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം സംഘടനാ ദൗർബല്യങ്ങളും രാഷ്ട്രീയ സാഹചര്യവും അടക്കം നിലമ്പൂരിലെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. നിലമ്പൂരിൽ LDFന്റെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള അധിക വോട്ടുകൾ സമാഹരിക്കാൻ N സ്വരാജിന് കഴിഞ്ഞില്ല. അത് രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ വോട്ട് പിടിച്ചത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന സ്വയം വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS സഹകരണം സംബന്ധിച്ച പ്രസ്താവനയടക്കം വിമർശിക്കപ്പെട്ടത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച പലരും സെക്രട്ടറിയുടെ പരാമർശത്തെപ്പറ്റി വിമർശനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നതാണ് ജനങ്ങൾക്കിടയിലുള്ള CPIMന്റെ അംഗീകാരം. എന്നാൽ സെക്രട്ടറി തന്നെ വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന പ്രതികരണം രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചു. എന്നാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ ദോഷം ചെയ്തുവെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രകടനം നടത്താൻ ഒരു ആയുധമായി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന മാറിയെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ഏറ്റവും ഷാർപ്പായി, ഏറ്റവും രൂക്ഷമായി സംസാരിച്ചത് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ്. മറ്റു പല നേതാക്കളും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ പരാമർശത്തെ വിമർശനപരമായി സമീപിച്ചു. ഇതോടൊപ്പം തന്നെ PV അൻവറിനെ തുറന്നു കാണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനവും സംസ്ഥാന സമിതിയിൽ ഉയർന്നു. PV അൻവർ പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച് കടന്നുപോയ ആളാണ്. എങ്ങനെയാണ് മുന്നണി വിട്ട് അദ്ദേഹം പുറത്തുപോയതെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ വീഴ്ച പറ്റി. അൻവറിനെ വിമർശനപരമായി സമീപിച്ച് ഒറ്റപ്പെടുന്നതിലും വലിയ തോതിൽ വീഴ്ചയുണ്ടായി. അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDFന്റേതായിരിക്കുമെന്നായിരുന്നു പാർട്ടിയുടെയും മുന്നണിയുടെയും കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് അൻവർ വലിയ തോതിൽ വോട്ടുകൾ സമാഹരിച്ചത്. ഇതിൽ നല്ലൊരു പങ്ക് LDFന്റെ വോട്ടുകളാണ് എന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് UDFന്റെ സ്പോൺസേഡ് പരിപാടിയാണെന്ന ആക്ഷേപവും സംസ്ഥാന സമിതി ഉയർന്നു. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാത്ത എതിർ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് അൻവറിനെ അണിനിരത്തിയത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അൻവർ UDFന്റെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന ആക്ഷേപവും CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ടിനുള്ള ചർച്ച ഇന്ന് പൂർത്തിയായി. നാളെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് CPIM സംസ്ഥാന സമിതിയിൽ നടക്കുന്നത്. നാളെ യോഗം സമാപിക്കും. ശരി, ഷെയ്ത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. MV ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ MV ഗോവിന്ദന് സംസ്ഥാന സമിതിയിലും വിമർശനം ഏൽക്കേണ്ടി വരികയാണ്.